കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് ആശ്വാസം. അസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരായ പരാമർശത്തിലായിരുന്നു കേസ്. ഭരണഘടന വിജയിച്ചെന്നും ഇന്ന് സന്തോഷത്തിന്റെ ദിനമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, വിവരങ്ങൾ. അനുജ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്ക് ഒന്നിലധികം പാസ്പോർട്ടുകൾ ഉണ്ട് എന്ന പവൻ ഖേരയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ്. അതിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ നൽകിയ അപകീർത്തി കേസിലായിരുന്നു അസം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് നൽകിയിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കണം, ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അവർക്ക് മുൻപിൽ ഹാജരാകണം, രാജ്യം വിട്ട് ബന്ധപ്പെട്ട കോടതിയുടെ അനുമതി ഇല്ലാതെ രാജ്യം വിട്ട് തുടങ്ങിയ നിരവധി ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരായ നിരീക്ഷണങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. അതായത് പാർലമെന്ററി വിരുദ്ധ പരാമർശങ്ങൾ പവൻ ഖേരയ്ക്ക് നേരെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വേളയിലാണ് അത്തരം പരാമർശങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് രാഷ്ട്രീയ വശങ്ങൾ ഇതിലൂടെ പ്രതിഫലിക്കുന്നു എന്നതും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിൽ എന്നുകൂടി കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പവൻ ഖേരയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയത്. ഇന്നലെയാണ് ഈ കേസിൽ വാദം കേട്ട് ഉത്തരവ് പറയാനായി മാറ്റിയത്. നേരത്തെ തെലങ്കാന ഹൈക്കോടതി ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യം നൽകിയെങ്കിലും അത് സുപ്രീം കോടതി ഇടപെട്ട് അത് തടയുകയും ഗുവാഹത്തി ഹൈക്കോടതിയെ സമീപിക്കാൻ പവൻ ഖേരയോട് നിർദ്ദേശവും നൽകിയിരുന്നു. ഗുവാഹത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടിയാണ് വീണ്ടും സുപ്രീം കോടതിയിലെത്തി ഇത്തരമൊരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ആർ അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.